മേരി സെന്റ് തോമസ് മാർത്തോമാ യുവൻസെക്കിന്റെ ആമുഖത്തിൽ നടക്കുന്ന ലെന്റ് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നോമ്പിന്റെ സമയമാണല്ലോ. നമ്മളിപ്പോൾ നോമ്പിന്റെ അവസാന ആഴ്ചയായ ആശാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാലും നോമ്പിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ധ്യാനത്തിലേക്ക് കിടക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. ലെന്റ് എന്ന വാക്കിന്റെ അർത്ഥം ലീവ് എവരി നെഗറ്റീവ് തോട്ട്സ്, നിഷേധാത്മകമായ എല്ലാ ചിന്തകളെയും വെടിയുക എന്നുള്ളതാണ് ലെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലെന്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം രുചി വെടിഞ്ഞ് രുചി പകരുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ലെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നിഷേധാത്മകമായ എല്ലാ തോട്ട്സും അല്ലെങ്കിൽ എല്ലാ ചിന്തകളും മാറ്റുമ്പോൾ തന്നെ നമുക്കൊരു നല്ല എനർജി കിട്ടുന്നതായിരിക്കും. അതിന്റെ ലെന്റിന്റെ മലയാള ഭാഷ നോമ്പ് എന്നാണ്. നോമ്പ് എന്ന പദത്തിൽ രണ്ട് പദങ്ങൾ ചേർന്നാണ് നോമ്പെന്ന വാക്കുണ്ടായിരിക്കുന്നത്. നോവ് പ്ലസ് അൻപ്. നോവ് എന്ന് വെച്ചാൽ വേദന, അൻപ് സ്നേഹം. നൊന്ത് സ്നേഹിക്കുന്നവരായി നമ്മൾ തീരണം. അതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദനയോട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ആന്തരികമായി അല്പം വിശ്വാസം കൂടി കൂടുന്നത്. പലപ്പോഴും നമ്മൾ സ്നേഹം ആത്മാർത്ഥമായി നമ്മൾ കാണിക്കാറില്ല. ആത്മാർത്ഥത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മീയത ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ നോവ് അനുഭവപ്പെടണം. എങ്കിൽ മാത്രമേ അതിന്റെ ആത്മാർത്ഥതയിൽ നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ നമ്മൾ ഈ നോമ്പ് എല്ലാവരും കേൾക്കുമ്പോൾ ആദ്യമേ എല്ലാവരും വിചാരിക്കുന്നത് ഭക്ഷണ ക്രമീകരണങ്ങളാണ്. ഭക്ഷണ ക്രമീകരണം എന്ന് പറഞ്ഞാൽ നോമ്പിൽ അത്യാവശ്യമാണ്. എന്തിനാണ് ഈ ഭക്ഷണ ക്രമീകരണം? നമ്മളുടെ ആദ്യ കുടുംബത്തിൽ തന്നെ നോമ്പിൽ ഭക്ഷണ ക്രമീകരണത്തിലാണ് ഹൗവ വീണത്. കാണുവാൻ ഭംഗിയുള്ളത്, തിന്നുവാൻ മാധുര്യമേറിയത് എന്ന് പറഞ്ഞാണ് വീണത്. ഈ ഭക്ഷണ പദാർത്ഥത്തിൽ നമ്മൾ വളരെ ചിന്തയോടെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ഭക്ഷണ ക്രമീകരണം നടത്തണം എന്ന് പറയുന്നത്, ശരീരത്തിൽ നമ്മൾ സുഖിക്കുമ്പോൾ തിന്മ താണ്ഡവമാടും. ശരീരത്തിൽ സഹിക്കുമ്പോൾ ദൈവീകത ഉണരും. ശരീരവും ആത്മീയതയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടി ആ സെന്റൻസ് പറയുന്നു. ശരീരത്തിൽ സുഖിക്കുമ്പോൾ തിന്മ താണ്ഡവമാടും. ശരീരത്തിൽ സഹിക്കുമ്പോൾ ദൈവീകത ഉണരും. ശരീരവും ആത്മീയമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശരീരം നമ്മളോട് എപ്പോഴും പലതും ആവശ്യപ്പെടും. ശരീരം ആവശ്യപ്പെടുന്നതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മിൽ തിന്മ, നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ വരും. നമ്മെ തിന്മ താണ്ഡവമാടും. അതുകൊണ്ട് നമ്മൾ ശരീരത്തെ നമ്മൾ എപ്പോഴും പട്ടിണി കിട്ടണം. പട്ടിണി കിട്ടാൽ മാത്രമേ നൊന്ത് സ്നേഹിക്കാനുള്ള ഒരു ഊർജം നമുക്ക് കിട്ടുകയുള്ളൂ. ഇന്നലെ വരെ രുചികളായിരുന്നതൊക്കെ ഇന്ന് നമുക്ക് അരുചികളായി മാറണം. ഇന്നലെ വരെ നമുക്ക് രുചികളായിരുന്നതൊക്കെ ഇന്ന് അരുചികളായി മാറണം. ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 28 വാക്യങ്ങൾ. അതിൽ 24-ാം വാക്യം മാത്രം ഞാൻ വായിക്കുന്നു. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവ് ഉണ്ടാകും. ഇതിൽ പറയുന്നത് ഗോതമ്പ് മണി പോലെ നമ്മൾ നിലത്ത് വീണ് ചാകണം. നിലത്ത് വീണ് ചാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായി ചാകാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലാതെ ശാരീരികമായി നമ്മൾ ചാകുവാനല്ല. ഗോതമ്പ് മണി നിലത്ത് വീഴുക എന്ന് പറഞ്ഞാൽ വിനയപ്പെടുക. ഒന്നാമതായിട്ട് ഇതിനകത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ന ഭാവം ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ സ്വയത്തെ ഇല്ലാതാക്കുക. നമുക്ക് എപ്പോഴും എപ്പോ ചിന്തിച്ചാലും ഞാൻ എന്ന ഭാവം മുന്നിൽ നിൽക്കാറുണ്ട്. അങ്ങനെ ആകരുത്. സ്വയത്തെ ഇല്ലാതാക്കുക എന്നാണ് ഈ ഒരു ഉപമ കൊണ്ട് യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത്.
ദൈവത്തോട് ഐക്യപ്പെടുക അല്ലെങ്കിൽ ദൈവത്തിന് ലോകത്തെക്കുറിച്ചുള്ള വേദനയോടും ഐക്യപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമതായി ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരോട് വേദനയെ അറിയണം. ആ വേദനയുമായി നമ്മൾ താതാമ്യപ്പെടണം. നമ്മൾ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്വന്തം ചുറ്റുപാടുകളിൽ നമ്മൾ താമസിക്കുമ്പോൾ അവരുടെ വേദനകളെ നമ്മൾ അറിയേണ്ടതുണ്ട്. ദൈവത്തോട് ഐക്യപ്പെടുക അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് ലോകത്തെക്കുറിച്ചുള്ള വേദനയോടും ഐക്യപ്പെടുക. ദൈവത്തിന്റെ വേദന സൃഷ്ടിയെക്കുറിച്ചുള്ള വേദനയാണ്. ആ വേദനയോട് നമ്മളും എപ്പോഴും താതാത്മ്യപ്പെടേണ്ട ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് 2-ാം ലേഖനത്തിൽ പറയുന്നത്, നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ തീരുമാനം അനുസരിച്ചായിരിക്കും. നമ്മുടെ ജീവിതം ഒക്കെ അനുദിനം ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. അല്ല എങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിന്റെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ നിന്നുണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തിലായിരിക്കും നമ്മളെപ്പോഴും ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയത്. എല്ലാ കാര്യങ്ങളും സ്വന്തം ഹിതപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കണം. ആയതിനാൽ ഈ ഉപമ യേശു പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ വിനയത്തോടെ മറ്റുള്ളവരോട് നമ്മൾ പെരുമാറണം. വിനയത്തോടെ ഞാനെന്ന ഭാവമില്ലാതെ മറ്റുള്ളവരോട് നമ്മൾ പെരുമാറണം എന്നുള്ളതാണ്. ആയതിനാൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരും തങ്ങളുടെ ഇഷ്ടത്തെ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഭാവം മാറ്റിവെച്ച് ദൈവത്തോട് ഐക്യപ്പെടുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ.